ഹലോ വെൽക്കം ടു ആപ്പ് ടാഗർ ചാനൽ. ഇന്ന് വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് നമ്മുടെ ചാനലിൽ കിട്ടിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ 1K സബ്സ്ക്രൈബേഴ്സാണ്, അത് 1000 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ചാനലിന് ഉള്ളത്. പ്രത്യേകിച്ച് വലിയൊരു കണ്ടിന്യൂസ് ആയിട്ട് റിക്കറൻ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലും അല്ല. എന്നിട്ടും ആ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഷോമി, ഓപ്പോ, വിവോ പോലെയുള്ള ഏത് ഫോണുകൾ എടുത്താലും അതിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ ബ്ലോട്ട്വെയർ. ഇതിന് നമ്മൾക്ക് ചിലതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, എന്നാലും നമുക്ക് ഡിസേബിൾ ചെയ്യാനേ പറ്റുള്ളൂ മുക്കാലും. പിന്നെ 150 ആപ്പുകൾ നമ്മളെ ഗവൺമെൻറ് നിരോധിച്ചെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ചില ആപ്പുകൾ നമ്മളെ ബ്ലോട്ട്വെയർ ആയിട്ട് ഫോണിൽ വരും, നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തത്. റൂട്ടിങ്ങിലൂടെ നമുക്ക് ഈ ആപ്പുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ റൂട്ടിങ്ങിനെ പറ്റി അത്ര ധാരണയില്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോണിന് ചിലപ്പോൾ ഡാമേജ് വരുത്തി വെച്ചേക്കാം. ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് 3 ഓപ്ഷൻ എനേബിൾ ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് USB ഡീബഗ്ഗിങ് സ്വൈപ്പ് ചെയ്ത് USB ഡീബഗ്ഗിങ് അത് ഓൺ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാൾ വയ USB എന്നുണ്ടാവും. പിന്നെ USB ഡീബഗ്ഗിങ് സെക്യൂരിറ്റി സെറ്റിങ്സ് ഒക്കെ ഉണ്ടാവും. സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സെറ്റിങ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ടൈം ഔട്ടൊക്കെ കാണിക്കാം. നല്ലോണം വായിച്ചിട്ട് മാത്രം റീഡ് ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയിൽ കൊടുത്തതാണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം മുഴുവനായിട്ട്. ഓക്കെ, നമ്മൾ മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അത് നിങ്ങൾ ഇതിന് ശേഷം നിങ്ങളുടെ ഫോണ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഈ സോഫ്റ്റ്വെയർ റൺ ആവണമെങ്കിൽ ഒരു പ്രത്യേക ഒരു സാധനം വേണം, ജാവ JDKൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. ADB ടൂൾസ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്നതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർ ഓൺ ആക്കാം. ഇത് ജാവ ഫയലാണ് കേട്ടോ, അല്ലാണ്ട് നമ്മുടെ വിൻഡോസിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയലല്ല. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം കാണാം ഡിവൈസ് കണക്റ്റായി. ഡിവൈസ് കണക്റ്റ് ആയതിനു ശേഷം കാണാം മൊത്തം നമ്മുടെ ഫോണിലെ ആപ്പ് കംപ്ലീറ്റ് ഉണ്ട്. അതായത് ഗൂഗിൾ ആപ്സ് ആണെങ്കിലും നമ്മുടെ ചൈനീസ് നമ്മൾ ബ്ലോട്ട്വെയർ ആണെങ്കിലും മൊത്തം ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്തതിന് മുമ്പേ ധാരാളം ആപ്സൊക്കെ ക്ലിയർ ചെയ്തിരുന്നു. ഇത് കണ്ടോ, ഫുൾ ഇതിൻ്റെ അകത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ധാരാളം നിരോധിച്ച ആപ്പുകളാണ് എൻ്റെ ഫോണിൽ തന്നെ അവർ പ്രീ ഇൻസ്റ്റാൾഡ് ആക്കി വന്നിരിക്കുന്നത്. ഇതിൽ ഗൂഗിളിൻ്റെ ആപ്പുകളും നിങ്ങൾക്ക് കാണാം. ഗൂഗിളിൻ്റെ ആപ്പ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ടിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇതുവഴി വെച്ചിട്ട് എൻ്റെ കലണ്ടർ അടക്കം കളഞ്ഞാണ്, കാരണം അത്രയും കംപ്ലീറ്റ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള എല്ലാ ആപ്പുകളെയും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സിസ്റ്റം ആപ്സും കൂടി കാണിക്കുന്നുണ്ട്, അതായത് സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ആവശ്യമുള്ള ആപ്പുകൾ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം പണി കിട്ടും. അതായത് നിങ്ങൾ ഓഫാക്കി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണോ ബ്രിക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഇത് കൈകാര്യം ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഫോണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് അനാവശ്യ ആപ്പ് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ മ്യൂസിക് ഞാൻ റിമൂവ് ചെയ്യുന്നതാണ്. പിന്നെ ഗൂഗിൾ ഡ്യൂ അത് ഞാൻ റിമൂവ് ചെയ്യാണ്, കാരണം അത് വല്ലാതെ ഒരു ബാറ്ററി ഡ്രെയിനാണ്. കാരണം പ്രീ ഇൻസ്റ്റാൾഡ് ആയി വന്നേ, ഞാനിതുവരെ അത് ഉപയോഗിച്ചിട്ട് പോലുമില്ല. പിന്നെ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അകത്താണ് എനിക്ക് ഇത്രയും. ബാക്കിയൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാണ്. ഇപ്പം ഞാൻ അൺഇൻസ്റ്റാൾ കൊടുത്തു. ഇതാണ് അൺഇൻസ്റ്റാളിൻ്റെ പ്രോസസ്സിങ് അവിടെ നടക്കുന്നതാണ്. ഇപ്പോൾ ആ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് വേറെ കുറേ ഫങ്ഷൻസ് ഉണ്ട്, അതായത് ഫയൽ എക്സ്പ്ലോറർ, പിന്നെ സ്ക്രീൻ ഡെൻസിറ്റി. അതൊന്നും ഒരു കാരണം വെച്ചാലും അതൊന്നും ടെസ്റ്റ് ചെയ്യാൻ പോകരുത്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്, എൻ്റെ ഫോൺ ബ്രിക്കായി പോയി, കംപ്ലീറ്റ് ഡാറ്റ പോവുകയും ചെയ്തു. എനിക്ക് പിന്നെയും സോഫ്റ്റ്വെയർ പ്രീ ഇൻസ്റ്റാളായി ചെയ്യേണ്ടി വരികയും ചെയ്തു. പിന്നെ ഈ റെസൊല്യൂഷനിൽ കാണാം, ഇതിലൊന്നും നിങ്ങൾക്ക് അധികം നിങ്ങൾ എന്താ ട്വീക്ക് ചെയ്യാതെ ഇരിക്കുകയാണ് നല്ലത്. കാരണം ഇത് ട്വീക്ക് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. ഞാൻ എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് എൻ്റെ ഫോൺ നോക്കാം. ഇതെൻ്റെ ഫോണിൻ്റെ റെസൊല്യൂഷൻ ഞാൻ 720p ആക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഫുൾ റെസൊല്യൂഷൻ മാറി ഇപ്പോൾ 720p. ഒരുമാതിരി ഐക്കോണൊക്കെ വളരെ വലുതായിട്ട് കാണിക്കുകയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ സൈസ് കുറക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ല, മാക്സിമം ചെറിയ സൈസിലാണുള്ളത്. അപ്പോൾ മാക്സിമം ആക്കിയാൽ എത്ര ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ കൂടുതൽ നമുക്ക് കുറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതുവഴി ഉപയോഗിക്കുമായിരുന്നു. കാരണം കൂടുതൽ പ്രോസസ്സിങ്ങിന് വേണ്ടി പവർ ചിലവാക്കുന്നത് ഈ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ചാൽ
കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഫോണ് കിട്ടും. ഇപ്പം എന്തായാലും പഴയതുപോലെ ഞാനാക്കാം, വേറെ ഒരു രക്ഷയില്ല. എന്തായാലും ഈ റെസൊല്യൂഷനിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫുൾ എച്ച് ഡിയിലേക്ക് തിരിച്ച് റീസെറ്റ് ചെയ്താൽ തിരിച്ച് നമ്മൾ നോർമൽ റെസൊല്യൂഷനിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ കണ്ടോ, എൻ്റെ ഫുൾ എച്ച് ഡിയിലേക്ക് എൻ്റെ ഫോൺ തിരിച്ചു വന്നു. ഇനി നമുക്ക് വേറെ ഓപ്ഷനിലേക്ക് പോകാം. ഈ സോഫ്റ്റ്വെയറിലുള്ള ഫയൽ എക്സ്പ്ലോറർ പോലെയുള്ള ചെറിയൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫയൽ എക്സ്പ്ലോറർ എന്ന് വെച്ചാൽ ശരിക്കുള്ള ഒരു ഫയൽ എക്സ്പ്ലോററാണ്. അതായത് റൂട്ട് ചെയ്ത ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫയൽ എക്സ്പ്ലോറർ. അത് വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഹാർഡ് ബ്രേക്ക് ആവും. പിന്നെ ഒരു രക്ഷയില്ല, രണ്ടാമത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ചിലവർ വിചാരിക്കും ഇതിനെക്കൊണ്ട് ഇത് റിമൂവ് ചെയ്തുകൊണ്ട് എന്താണ് ഉപകാരം എന്ന്. ഇത് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 3 GB സ്പേസാണ് എനിക്ക് ഫ്രീ ആയത് എൻ്റെ ഫോണിൽ. ഇത് മിനിമം സ്പേസാണ് പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞത് എനിക്ക് 3 GB ഒഴിവായിട്ടുണ്ട്. പിന്നെ ഫോണ് താരതമ്യേന വളരെ ഫാസ്റ്റായി, കാരണം അത്രയും ആപ്ലിക്കേഷനാണ് ഞാൻ എടുത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫോണ് വളരെ ഫാസ്റ്റായി. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത്, ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.